നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സർക്കാർ ഓഫീസുകൾ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമാക്കാൻ സർക്കാരും സർവീസ് സംഘടനകളും തമ്മിൽ തത്വത്തിൽ ധാരണയായി. ശനിയാഴ്ച അവധിക്ക് പകരം കാഷ്വൽ ലീവ് കുറയ്ക്കുമോ പ്രവൃത്തി സമയം കൂട്ടണോ എന്നതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഉദ്യോഗസ്ഥർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടും. അതുവഴി തൊഴിൽ കാര്യക്ഷമത കൂടും. അപ്പോൾ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാവും. വൈദ്യുതി, വാഹനം തുടങ്ങിയ ചെലവുകളിൽ സർക്കാരിനും ലാഭം. ലോകത്തെ പ്രധാന രാജ്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണിത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമാണ്. സർക്കാരിനും സന്തോഷം, ഉദ്യോഗസ്ഥർക്കും സന്തോഷം. പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെയാണോ? ഇത് അത്ര സന്തോഷത്തെയാണോ ജനങ്ങളിത് കേൾക്കുന്നത്? 2 ദിവസം തുടർച്ചയായി അവധി വന്നാൽ സർക്കാർ ഓഫീസുകളെ ആശ്രയിക്കേണ്ട ജനത്തിന് സേവനം വൈകില്ലേ? ഇതിനിടയിൽ 2 ദിവസം അടുപ്പിച്ച് അവധി വന്നാൽ ആഴ്ചയിലെ മറ്റു 3 ദിവസം കൂടി അവധിയെടുത്താൽ ഒറ്റയടിക്ക് 9 ദിവസമാണ് അവധി കിട്ടുക. സേവനങ്ങളിൽ പലതും ഓൺലൈനാക്കിയെങ്കിലും സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട സാഹചര്യം ഇന്നും മാറിയിട്ടില്ല. എന്തായാലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച പൊടി പൊടിക്കുകയാണ്. ന്യൂസ് 18 ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കിയാൽ അത് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും നേട്ടമാണ്, അതിന് സംശയമൊന്നുമില്ല. ജനത്തിന്റെ അവസ്ഥ എന്താണ്? ജനത്തിനും അത് നേട്ടമാകുമോ? സാർ നമസ്കാരം. നമസ്കാരം. ഒരു കാരണം കൊണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ റവന്യൂ വരുമാനത്തിന് ഭൂരിഭാഗം കൊടുക്കുന്നത് അതൊരു ഭാഗത്ത്. അതിന്റെ ഭാഗത്തിന് 5 ദിവസം അവർക്ക് ആഴ്ചയിൽ 2 ദിവസം ഡ്യൂട്ടി ആക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ജനത്തിന് കുറച്ചുകൂടി പ്രയാസപ്പെടാലോ. പബ്ലിക്കിന് യാതൊരു പരിഗണന കൊടുക്കുന്നതൊന്നല്ല ഈ ആലോചനകളൊന്നും. കാരണം ആഴ്ചയിൽ 2 ദിവസം അവധി എന്നൊക്കെ പറഞ്ഞാല് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാല് അവർ ആദ്യം അടുത്ത ആളെ നമ്മളെ തന്നെ നടത്തിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ വാരിക്കോർക്ക് ശമ്പളം കൊടുക്കുക, ലീവും കൊടുക്കുക, പബ്ലിക്കിനെ ബുദ്ധിമുട്ടിക്കുക എന്നെല്ലാം തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലാതെ വേറെ അതിനിപ്പോ എന്താ പറയുന്നത്? ശ്രീ ബാലകൃഷ്ണൻ, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലൊക്കെ ഇപ്പോഴേ തന്നെ 5 ദിവസമാണ്. എല്ലാം ഞാനത് ഒരു സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടല്ല, ഞാൻ പൊതുവിൽ പബ്ലിക്കിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ തന്നെ വേറൊരു കാര്യം അറിയോ? ഈ അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞാല് ഒരു അധികാരത്തിന്റെ ഗർഭം അവിടെ. അവരുടെ ധാരണ ഈ ഗവൺമെന്റ് ആനുകൂല്യങ്ങളുടെ പണികളെല്ലാം അവിടെ നടക്കുന്നതുകൊണ്ട് അവരാണ് അവസാനമാക്കുന്നത്. അവരവിടെ എനിക്കിപ്പോ അടുത്ത ദിവസം അനുഭവം ഉണ്ടായി. എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് പോയപ്പോ അവിടെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇറച്ചിപ്പൊടിയെ പട്ടി കാക്കുമ്പോൾ കുറെ സമയം കാത്തിരുന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു തിരക്കില്ലാത്ത അക്ഷയപ്പോ അവിടെ മാന്യമായ രീതിയിൽ പെരുമാറ്റം കിട്ടി. എല്ലാവരും ആണെന്ന് പറയുന്നില്ല. ഇത് വടകര താലൂക്കിലെ തിരുവള്ളൂർ പഞ്ചായത്തിൽ തിരുവള്ളൂർ അക്ഷയെ പറ്റി പറയുന്നു. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഏത് നമുക്ക് ഒരു അക്ഷയ അല്ലെങ്കിൽ അടുത്ത അക്ഷയയിൽ പോകാം. അതുകൊണ്ട് സ്വാഭാവികമായും നല്ല സേവനം തന്നില്ലെങ്കിൽ അവിടെ ആൾ കുറയും, അവരുടെ വരുമാനം കുറയും. ശരി, പക്ഷേ സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇനി അവിടെ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ അവിടുന്ന് തന്നെ മേടിക്കേണ്ടത് അവിടുന്ന് മേടിക്കാൻ പറ്റും. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നത്? യഥാർത്ഥത്തിൽ ജനത്തിന് ആകെ സംവിധാനത്തിന് ഗുണമാകുമോ അതോ ദോഷമാകുമോ? കിരൺ സാർ, 25 വർഷം 9:30 മണി മുതൽ 5 മണി വരെ ജോലി നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. ഏത് മേഖലയിലായിരുന്നു? 2 ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം കഴിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ആഫീസില് കറണ്ട്, വെള്ളം, ആഫീസ് വാഹനങ്ങൾ, ഇതിലൂടെ എന്താന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം നേട്ടം സർക്കാരിനുണ്ടാവും. വലിയ നേട്ടമൊന്ന് ശ്രീ ചന്ദ്രനാർ, ഈ കരണ്ടൊക്കെ ചെറിയൊരു ഇപ്പോൾ ആഴ്ചയിൽ മണിക്കൂർ ദിവസം 1 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ സ്വാഭാവികമായും ആഴ്ചയിൽ 5 മണിക്കൂർ വീണ്ടും അധികം വരുന്നു. ഒരു ദിവസം 7 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂർ അധികം വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു നേട്ടമൊന്നും അതിൽ നിന്നില്ല. സാർ ഉണ്ട് സാർ. എന്താണെന്നറിയാമോ, അത് ഗവൺമെന്റ് ഓഫീസുകളിൽ സാറിന് അറിയാമല്ലോ, സ്വിച്ച് ഇടാനേ അറിയാവുള്ളൂ, ഓഫ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ആ സ്ഥിതിയിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങാൻ അതവിടെ നിൽക്കട്ടെ സാർ. അതിലുപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടും. എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട സംഗതി ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. സർക്കാർ ആശുപത്രികൾ ഈ 5 ദിവസം പ്രവർത്തിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല. അല്ല, ആശുപത്രികൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പോഴും ആശുപത്രികൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ. അല്ല സാറേ, ആശുപത്രികളുണ്ട് സാർ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകൾ
സാർ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കാർ സ്കൂളുകളിലൊക്കെ അഞ്ച് ദിവസം തന്നെയാണ്. ഏതായാലും ഇതൊരു നല്ല തീരുമാനം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർക്കും കുറച്ച് ഫ്രീഡം കിട്ടും, അതോടൊപ്പം തന്നെ സർക്കാരിന് ലാഭമാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ ചന്ദ്രനാരായണ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെ കാണുന്നു ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമാക്കുന്നതിനെ? അത് ജനത്തിന്, ഉദ്യോഗസ്ഥർക്ക് സന്തോഷമാണ്, സർക്കാരിന് സന്തോഷം. ജനത്തിന്റെ കാര്യം എങ്ങനെയാണ്? നമസ്കാരം. ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇതിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം അവധി കൊടുത്തുകൊണ്ട് 5 ദിവസം പ്രവൃത്തി ദിനമാക്കിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ആർക്കും പിടി കിട്ടുന്നില്ല. കാരണം 10 മണിക്ക് ഓഫീസിൽ വന്ന ആൾക്കാർ വരുന്നത് തന്നെ 10:30 മണിയാവും. അപ്പൊ ഇവര് ജോലി സമയം കൂട്ടിയാൽ പോലും ഇപ്പൊ പഞ്ചിങ് ഉള്ള സ്ഥലങ്ങളിൽ അത് നടക്കില്ല. പഞ്ചിങ് ഇപ്പോഴും എല്ലായിടത്തും ആയിട്ടില്ല എന്നത് കൂടി ഉണ്ട്. പഞ്ചിങ് ഉള്ളിടത്ത് ഓക്കെ, പഞ്ചിന് എത്രയും സ്ഥലങ്ങളുണ്ട് സാർ, എത്രയും സ്ഥലമുണ്ട്, അതവിടെ ഇരിക്കുന്നു. സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പറയണം. കാരണം നമ്മൾ സമയം കണ്ടെത്തി വിളിക്കുന്നത് കുറച്ച് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി, നമ്മളെ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒരു രാഷ്ട്രീയ സംഘടനകളും മിണ്ടിയിട്ടില്ല, ഒരു രാഷ്ട്രീയ കക്ഷികളും മിണ്ടിയിട്ടില്ല. കാരണം 10 വോട്ടിന് വേണ്ടിയാണ്. ഇത് ഏറ്റവും വലിയ ദ്രോഹമായ നടപടിയാണ് എന്റെ പൊന്നു തനിയ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവര് മനുഷ്യന്മാര് തന്നെയാണ്. പക്ഷെ 5 ദിവസം ഈ കൂലിപ്പണിക്കാർക്ക് എവിടെ ലീവ് കിട്ടുന്നു? ഈ കൊടും വെയിലും മഴയത്തും വെയിലത്തും കിടന്ന് പണിയും നമുക്ക് എവിടെ ലീവ് കിട്ടുന്നു? അതിന് കേൾക്കാൻ ആരുമില്ല. ഒരു INTCയോ IITCയോ ഒരു സംഘടനകൾ പ്രതികരിച്ചിട്ടുമില്ല. ഇങ്ങനെ പോയി നമ്മളെ കേരളവും ഇന്ത്യ എവിടെ പോയി എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇത് ഏറ്റവും ജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇത് ജനാധിപത്യ വഞ്ചനയാണ്. ശരത്ത് ബാലരാമപുരത്ത് നിന്ന് തന്നെയാണ് ഇപ്പോഴും ശിവദാസൻ വിളിച്ചത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 5 ദിവസത്തെ പ്രവൃത്തി ദിനം അത് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും സർക്കാരിന് ചെലവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്നു. ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു വർഷത്തെ നമ്മൾ കലണ്ടറിലുള്ള അവധിയുടെ, ചുമന്ന മഷിയുള്ള അവധിയുടെ കണക്കെടുക്കാം. വളരെ കുറച്ച് ദിവസങ്ങളെ അവധി, പൊതുവായിട്ടുള്ള അവധി ദിവസങ്ങളുള്ളൂ. 5 ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ, ജോലിക്ക് പോകുന്നു. 5 ദിവസം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലികൾ അവർക്ക് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശനി ഞായറുള്ള ദിവസം അവധി കൊടുക്കാം. പിന്നെ അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ശനി ഞായർ അവധി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷം കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട്. ശ്രീ ശരത്ത്, ഇപ്പോൾ ഒരാൾക്കൊരു വെള്ളിയാഴ്ച ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യം വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അയാൾക്ക് അടുത്ത തിങ്കളാഴ്ച മാത്രമേ ഓഫീസിൽ സമീപിക്കാൻ കഴിയൂ. അത് ഏത് വെള്ളിയാഴ്ച വന്നാലും ഇതേ അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ജനങ്ങൾക്ക് ആ തരത്തിലേക്കുള്ള സേവനം കിട്ടാൻ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഈ സർക്കാർ ആശുപത്രി ചെല്ലുന്ന ആളുകൾ, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുന്ന ആളുകളൊക്കെ അവരും അവധി എടുത്ത് തന്നെ പോകുന്നവരല്ലേ? ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞു, ഒരു വർഷം കലണ്ടർ അവധി നമ്മൾ എടുക്കും. അങ്ങനെ എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് അവധി ദിവസങ്ങൾ ചുവന്ന മഷിയുള്ള അവധി വരുന്നില്ല, വല്ലപ്പോഴേ വരുന്നുള്ളൂ. അങ്ങനെ അല്ല, അത് കണ്ടിന്യൂസ് ആയി വരണ്ട. ഞാൻ ചോദിച്ചത് അല്ലാതെ തന്നെ ഇപ്പോൾ തന്നെ സെക്കൻഡ് സാറ്റർഡേ അവധിയുണ്ട്, അത് ശരിയാണ്. ഇതിപ്പോ എല്ലാ ആഴ്ചയും അങ്ങനെ വന്നാൽ സേവനം സ്വാഭാവികമായും വൈകില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊടുക്കാം, ഒരു ദിവസം അവധി കൊടുക്കാം. അത് എനിക്ക് പറയാവുള്ളൂ. ഞായറാഴ്ച അവധി കൊടുക്കാം. ശരി, ഓക്കെ. എന്തായാലും 2 തരത്തിലുള്ള ചരിത്രം പറയുന്നത് കൂടുതൽ ഫലപ്രദമാണ് എന്നുള്ളതാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ 5 ദിവസത്തെ സംവിധാനത്തിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റിയാൽ, അല്ലെങ്കിൽ 5 പ്രവൃത്തി ദിവസമൊക്കെ മാറ്റിയാൽ നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കുമോ അതോ പ്രയാസമാണോ ഉണ്ടാകുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? മൊത്തത്തിൽ 5 ദിവസം അതിപ്പോ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റുള്ള കലണ്ടറിലുള്ള ഒഴിവുകളെല്ലാം കിട്ടുന്നുണ്ട്. മൊത്തമായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. ജനങ്ങളത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ ചെന്നാൽ എത്രയോ താമസമാണ്. പണ്ട് കൈകൊണ്ട് എഴുതുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലാക്കിയിട്ട് പോലും ഭയങ്കര താമസമാണ്. എന്നിട്ട് പോലും അത് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെയാണ് ഒരു 70%, പക്ഷെ 30% ആളുകൾ നല്ലതുണ്ട് അതിനകത്തുനിന്ന് ഞാനത് ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അങ്ങനെ കൊടുത്താൽ പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഒരു ടീച്ചേഴ്സ് അല്ലെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അവർക്ക് എന്താണ് അവരുടെ ബെനിഫിറ്റ് അറിയാമോ? അവരെന്തോ ബുദ്ധിമുട്ടുന്നുണ്ട്. ദിവസങ്ങളിൽ ശനിയാഴ്ചയൊക്കെ വന്ന് ക്ലാസ് എടുത്തവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ കൈക്കൂലി കിട്ടാത്തൊരു വിഭാഗം അത് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാവരും ഈ കൈക്കൂലിക്കാരായി മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരാൾ നല്ലതില്ല, കാണുമ്പോൾ ചിരിക്കും, കളിക്കും, നല്ല ഡ്രസ്സ് എടുക്കാൻ നമുക്ക് തോന്നും. പക്ഷേ അവർക്ക് പൈസ മേടിക്കാൻ പുറത്തെ ഏജൻസികൾ ഒരുപാടുണ്ട് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് കൊടുക്കാൻ വേണ്ട മറ്റുള്ള ഒഴിവ് കിട്ടുന്നുണ്ടല്ലോ.
അല്ലാത്തപ്പോൾ ഒരു ലീവ് എടുത്ത് 3 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ശനിയാഴ്ച പുറത്ത് ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ലീവ് എടുത്ത് അവിടെ പോകും. ശനി ഞായർ. പിന്നെ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയേ ഇവരെത്തുന്നുള്ളൂ. നേരത്തെ ഒരു സുഹൃത്തൂടെ പറഞ്ഞു പഞ്ചിങ് വന്നു. ഈ പഞ്ചിങ്ങുള്ള സമുദായത്തിലുള്ള ആളുകളും ഇപ്പോഴും വൈകിയാണ് എത്തുന്നത്. അത് ശ്രീ സെക്രട്ടറി പീതാംബരൻ, അങ്ങനെ നമ്മൾ അങ്ങനെ ആ സംവിധാനത്തെ അടച്ച് കുറ്റം പറയേണ്ടതില്ല. ഇത്തരം ദുരുപയോഗിക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ പഞ്ചിങ് വന്നതിന് ശേഷമൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആളുകൾക്ക് കൃത്യമായി ഓഫീസിൽ വരികയും കൃത്യസമയത്ത് വരെ ഇരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും പഞ്ചിങ് എല്ലായിടത്തും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യമായിട്ടാണ്. ഇപ്പൊ സെക്രട്ടറിയേറ്റ് കൃത്യമാണ്, പഞ്ചിങ് കൃത്യമാണല്ലോ. ശരി, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കിയാൽ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും കൂടുതൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുകയും ആ മാനസിക സന്തോഷം അവരുടെ തൊഴിൽ കാര്യക്ഷമതയെ കൂട്ടുമെന്നും അത് ജനങ്ങൾക്ക് ഗുണമാകുമെന്നാണ് ഒരു വാദം. മറിച്ച് ഉണ്ടാകുന്ന ഒരു വാദം, ഇങ്ങനെ അവധി വന്നു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണ ജനത്തിന് അവരുടെ സേവനം വൈകില്ലേ എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ്. അവര് ഉദ്യോഗസ്ഥർക്കും ഒരു വിശ്രമവും കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ആവശ്യമാണ്. അത് ന്യായമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടത് എത്രമാത്രം ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? അത് ആദ്യം ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്, 5 ദിവസം ആക്കിയാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവരെത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു 70% നന്നായി പ്രവർത്തിക്കുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അത്ര പോലും മിക്ക ഓഫീസുകളിലും ഇല്ല. എന്റെ ഒരു ഗ്രാൻഡ് ഡോക്ടർക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ മെനക്കെട്ടിട്ടാണ് വില്ലേജിൽ നിന്ന് കിട്ടിയത്. അതിന്റെ പുറകെ തന്നെയായിരുന്നു. പറഞ്ഞു മടുത്ത് അവസാനമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എത്രയോ ദിവസത്തിന് ശേഷം. ഇതാണ് മിക്കപ്പോഴും പല ഓഫീസുകളുടെ അവസ്ഥ. കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ബഹുഭൂരിപക്ഷവും അപ്രകാരം അല്ല. ഒന്നത്. രണ്ടാമത്, ദിവസം 5 ആക്കി കുറക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. പക്ഷെ ജനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ. ശ്രീ ബിനുകുമാറാണ്, ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നമ്മുടെ ഈ സംവിധാനത്തിൽ 5 ദിവസം പ്രവൃത്തി ദിവസം സർക്കാർ സംവിധാനത്തിലാക്കിയാൽ അത് ടോട്ടൽ സംസ്ഥാനത്തിനും ജനത്തിനും ഒക്കെ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നു? സാറേ, ഞാൻ 2024 ഏപ്രിലിൽ ഞാൻ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു സൂപ്രണ്ടാണ്. ശരി. അതായത് ഞാൻ എന്റെ സർവീസ്, എനിക്ക് 32 വർഷം സർവീസ് കിട്ടി. ഈ സർവീസിന്റെ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിലെ സ്ഥിതി തുടർന്നാലും നമുക്ക് പ്രവൃത്തി ദിവസം 5 ദിവസം ആക്കിയാലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഓഫീസുകളിലും ജോലി ചെയ്യുന്ന ഒരു 35-40% മനുഷ്യരുണ്ട്. അവർക്ക് പെൻഡിങ് വർക്കില്ല. അവർ കൃത്യമായിട്ട് വർക്കുകൾ ചെയ്താണ് പോകുന്നത്. അതേസമയം തന്നെ ഏകദേശം 50%, സാറിന് ഒരു പക്ഷേ അത്ഭുതം തോന്നും, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നുണ്ട്, ഞാൻ പറയണം, 50% നല്ല രീതിയിൽ ഉഴപ്പി ഒരു ജോലിയും ചെയ്യാതെ സുപ്പീരിയർ ഓഫീസർമാരെ സ്വാധീനിച്ച് അവർക്ക് കൈമുടക്കും, അവർക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവർക്കുള്ള പ്രീതി സമ്പാദിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പൈസ, സർക്കാർ കൊടുക്കുന്ന ഈ പൈസ മേടിച്ച് ചുമ്മാ ചെലവഴിച്ച് ജീവിതം പോകുന്ന ഒരുപാട് എംപ്ലോയി ഉണ്ട്. അതുകൊണ്ട് 5 ദിവസം ആക്കിയാലും പഴയതുപോലെ ശനിയാഴ്ച കൂട്ടിയാലും നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്കുകൾ ഓരോ ഓഫീസിലും ഓരോ ജീവനക്കാരും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു 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 പ്രത്യേക ഒരു സംവിധാനം വേണം. അല്ലെങ്കിൽ നാവെല്ലാ കളരി പോലെ ആയിപ്പോവും. അതുപോലെ തന്നെ അനധ്യാപകർക്ക് 20 കാഷൻ ലീവും അധ്യാപകർക്ക് 15 കാഷൻ ലീവാണ് നിലവിലുള്ളത്. അധ്യാപകർക്ക് 15 കാഷൻ ലീവ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഇപ്പം തന്നെ അധ്യാപക ജീവനക്കാർക്ക് ആനുകൂല്യമുണ്ട്, വീട്ടിലിരുന്നാൽ മതി. അതേസമയം അനധ്യാപകർക്ക് ശനിയാഴ്ച കൂടിയുണ്ട്. അപ്പോൾ 5 ദിവസം ആക്കുമ്പോൾ ഈ അധ്യാപകർക്കും അനധ്യാപക ജീവനക്കാർക്കും ഒരേപോലെ കാഷൻ ലീവ് 15 ആക്കണം. അപ്പൊ നിലവിൽ അനധ്യാപകർക്ക് 20 ആ കാര്യത്തിലൊന്നും തീരുമാനമായില്ല ശ്രീ ബിനുകുമാർ. അതുപോലെ തന്നെ സാറേ, കാശ് ലീവ് കൂട്ടത്തോടെ ഇപ്പൊ എടുത്ത് തീർക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ അതിനൊരു നിയമം, ഒരു ഓർഡറും ഗവൺമെന്റിന് വരണം. മാസത്തിൽ 2 കാശ് ലീവ് കൂടുതൽ എടുക്കാൻ ഒക്കൂല എന്നും കൂടെ വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്കൊന്നും അത് തന്നെയാണ് ഇത് പറഞ്ഞപ്പോൾ ശ്രീ ബിനുകുമാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു,
ഒരു സമൂഹ മാധ്യമത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്, പലരും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം അടുപ്പിച്ച് അവധി വന്നാൽ, തിങ്കൾ ചൊവ്വായോ അല്ലെങ്കിൽ വ്യാഴോ വെള്ളിയോ വല്ലോ അവധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ദിവസവും 2 ദിവസം അടുപ്പിച്ച് അവധി വന്നാലും മറ്റ് 3 ദിവസങ്ങൾ അവധി എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 9 ദിവസം അവധി കിട്ടുകയാണ്. അങ്ങനത്തെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ അവധി എടുക്കരുത് എന്നൊന്നും പറഞ്ഞ് നിയന്ത്രിക്കാൻ എല്ലാ ഓഫീസുകളിലും ഒന്നും കഴിയത്തുമില്ല. അത് മാത്രമല്ല സാറേ, ചുമന്ന അക്കങ്ങൾ നിരന്ന് വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ആഴ്ചയിൽ 7 ദിവസത്തിൽ 4 ദിവസം വിട്ടിരിക്കാം. അതെ, 7 ദിവസമല്ല, മറ്റേ ഞാൻ ചൂണ്ടിക്കാണിച്ചത് 9 ദിവസം അടുപ്പിച്ച് വീട്ടിലിരിക്കാൻ 3 ദിവസം അവധി എടുത്താൽ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാണ്, പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് 5 ആയാലും 6 ആയാലും അവർ പണിയെടുക്കും, പണിയെടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് 5 ആയാലും 6 ആയാലും അവർ പണിയെടുക്കില്ല. ആ പണിയെടുക്കാത്തവരെയും പണിയെടുപ്പിക്കാനുള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമാണ് നോക്കേണ്ടത്. വളരെ വാലിഡായ ഒരു പോയിന്റായി തന്നെയാണ് തോന്നിയത്. ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണത്? പറഞ്ഞോളൂ. എന്തുകൊണ്ടെന്നാണ്, ഞാൻ ഇന്നും ഒരു ഓഫീസിൽ പോയ ആളാണ്. ഏത് ഓഫീസിലാണ് പോയത്? പേരെടുത്ത് പറയുന്നില്ല, കാരണം എന്റെ നാട്ടിലെ ഓഫീസാണ്. ഞാൻ ഓഫീസിൽ 10:15 10 മണിക്ക് എത്തേണ്ട ഉദ്യോഗസ്ഥന്മാരാ. അപ്പൊ ഞാനൊരു കാര്യത്തിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഒരു 10 മിനിറ്റ് എനിക്ക് ആ സെക്ഷനിൽ ആൾ വന്നില്ല. അങ്ങനെ എന്റെ കാര്യം നടന്നു. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ആകുമ്പോൾ എത്ര മണിക്കാണ് അവരെത്തിയത്? 10 ആകുമ്പോഴത്തേക്ക് 10 മണിക്ക് എത്തേണ്ട ഓഫീസാണ്. അപ്പോ അത് തന്നെയല്ല, 5 ദിവസം ആക്കുന്ന ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ. താങ്കളെ കാര്യം നടന്നുകൊണ്ടാണോ ഏത് ഓഫീസാണെന്ന് തുറന്നു പറയാത്തത്? അല്ല, അതുകൊണ്ടല്ല, എന്റെ ഒരു പേഴ്സണൽ പേരിൽ ഒരാളാണെന്നുണ്ടാവുകൊണ്ട് ഞാൻ പറയാതിരിക്കാം. ശരി, ഇങ്ങനെ നമ്മളെല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറയാതിരുന്നാൽ ഇങ്ങനെയൊക്കെ നടക്കും. അത് പിന്നെ ഓടാണ്. പിന്നെ തന്നെയല്ല, ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുടുംബത്തോടു കൂടി കഴിയാന്ന് പറഞ്ഞാൽ 52 ഞായറാഴ്ച ലീവ് വരുന്നത്, 52 ശനിയാഴ്ച ലീവ് വരുന്നത്, പിന്നെ 26 ചോറിനത്തോടെ ലീവ് വരുന്നത്, പിന്നെ 20 ക്യാഷ് ലീവുകൾ വരുന്നത്, ഹെഡ് ലീവ് വരുന്നത്, ഹാഫ് ലീവ് വരുന്നത്. ഇത് മൊത്തം കഴിഞ്ഞാൽ അത്ര ഈ ദിവസങ്ങളിലൊക്കെ കുടുംബത്തോട് കൂടെ കഴിയേണ്ട ആളുകൾ തന്നെയാണ്. മറ്റുള്ളവർ ഒരു സേനയിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒന്നും പറയല്ല, അവർക്കൊക്കെ ലീവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് വളരെ ദ്രോഹമാണ്. ഈ സേനയിൽ, പോലീസ് സേന, ഈ എക്സൈസ് അങ്ങനത്തെ വിഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലീവുകളൊന്നും ഫുള്ളായിട്ട് കിട്ടൂല. അല്ല, അതിപ്പോഴും അങ്ങനെയുണ്ട്. ഇപ്പോഴും രാവിലെ 10 മണിക്ക് എന്നാൽ രാത്രി 8 മണി 9 മണി 10 മണി വരെ വരുന്ന ജോലി എടുക്കേണ്ടി വരുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ പണിയെടുക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നേരത്തെ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 10 മണിക്ക് വരേണ്ടതിന് പകരം ഇപ്പോൾ താങ്കളുടെ ഓഫീസിൽ അദ്ദേഹം വന്ന പോലെ 10:30-ക്കോ 11 മണിക്കോ ഒക്കെ വന്ന് വൈകിട്ട് 3:30-ക്കോ 4:30-ക്കോ ഒക്കെ മടങ്ങിപ്പോകുന്ന പണിയെടുക്കാത്ത ആളുകളും 2 തരത്തിലുള്ള ആളുകളും ഉണ്ട്. അതന്നെ, ഈ പഞ്ചിങ് ഇല്ലാത്ത ഓഫീസുകളിലൊന്നും 10 മണിക്കൊന്നും കിടക്കാവുന്നില്ല. അതുപോലെ 4 മണി കഴിഞ്ഞാൽ ഏത് ഓഫീസിലാണ് എന്ത് കാര്യം നടക്കുന്നത്? അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇതെന്താ ചുമതലക്കാരുടെ സ്ഥലം പഞ്ചിങ് ഇല്ലാത്തവർക്ക് നടക്കൂല. ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം മാത്രമാണ്. കാരണം അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം അതിപ്പോ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി, അതിന്റെ ഒരു ഇതെന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ദ്രോഹമാണ്. ഇതിൽ യാതൊരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടൂല. ശരി, ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. അദ്ദേഹവും ഗൗരവമായ ഒരു വിഷയം തന്നെ, അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ഒരു വിഷയം വെച്ചിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ഉമേഷും കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സംവിധാനം മെച്ചപ്പെടുമോ? നമസ്കാരം. പിന്നെ ഇത് ഈ ഒരു 5 ദിവസം പ്രവൃത്തി ദിനമാക്കി ഇവിടെ 6 ദിവസമായിട്ട് തന്നെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നേരാൻ വണ്ണം പോകാത്തൊരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ നേടിയെടുക്കാൻ നമ്മൾ പലരെയും ചില ദിവസങ്ങൾ 6 ദിവസങ്ങൾ അവധി ലീവായിരിക്കും, പിന്നീട് ഒരു ദിവസം പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇത് ജനദ്രോഹപരമായ ഒരു തീരുമാനമായി മാറും എന്നാണ് പറയാനുള്ളത്. ഇത് ശരിയായ തീരുമാനമല്ല. ഇതൊരു ജനസേവനം കൂടിയാണ്. ഇതൊരു തൊഴിൽ മാത്രമല്ല, ഇതൊരു ജനസേവനം കൂടിയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് എന്നൊക്കെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങൾക്ക് ദോഷമായി മാറത്തക്ക വിധത്തിലെ ഇത് ഉപകരിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടും പറയാനുള്ളത്. ശരി, ശ്രീ ശശിധരനാണ്, വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നതിനെ കാണുന്നത്? നേട്ടമാണോ അതോ കോട്ടമാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. അതെ, ഇതുവരെ ആരും സ്പർശിച്ചു പോകാത്ത ഒരു വിഷയം കൂടിയാണ് ഞാൻ കൂടെ ചേർത്ത് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. പറഞ്ഞോളൂ. എന്റെ 2 കുട്ടികൾ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് പിന്നെ ഉള്ള വർക്ക് 8:30-ക്ക് ജോലിക്ക് കാരണം അവർക്ക് തീരുന്നതിന് സമയമില്ല. അന്നത്തെ വർക്ക് രാത്രി വൈകിട്ട് 5:30-ക്ക് തീർന്നാലും 6 തീർന്നാലും രാത്രി 8 അന്നേരം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അവർക്ക് കിട്ടുന്ന അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആഴ്ചയിൽ ഒരു ദിവസം ഓഫാണ്. അതിപ്പോ സാലറി കട്ട് ചെയ്യും. അതാണ് ആൾപ്പാടെ എടുക്കാറ്. ആ ഓഫ് കമ്പനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വർക്ക് കൂടുതലാണ് ആ ഓഫും കിട്ടത്തില്ല. അതാണ് സ്വകാര്യ മേഖലയും ഗവൺമെന്റ് മേഖല സർവീസും കൂടെയുള്ള വ്യത്യാസം. പിന്നെ ഞാനൊന്നുകൂടെ പറയാം. നേരത്തെ ഒരു അവധിയുടെ കാര്യം കിരൺ പറഞ്ഞില്ലേ? ഈ എന്റെ പിന്നത്തെ മാസം അതിന്റെ തെളിവുണ്ട്. ഏപ്രിൽ 11 ശനിയാഴ്ചയാണ്. ഏപ്രിൽ 11 ഏപ്രിൽ 19 പിന്നത്തെ ഞായറാഴ്ചയാണ്. 3 ദിവസം അവധി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ദിവസം തുടർച്ചയായിട്ട് അവധിയായിരിക്കും. 3 ദിവസം അവധി എടുത്താൽ മതി, 9 ദിവസം അവധിയായിരിക്കും. ആ കാലത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് അവസ്ഥ. ഇത് വന്ന് പണിയില്ല, ശമ്പളം മാത്രം എന്നുള്ള അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ഈ ഇലക്ഷന്റെ തൊട്ട് മുന്നിൽ പ്രഖ്യാപനം ഇപ്പൊ ആർക്കും എതിർപ്പില്ലല്ലോ. ഈ കാര്യത്തിൽ എന്തൊരു ഐക്യമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് എന്റെ ഏക ഐക്യമാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ BJP ഉൾപ്പെടെ കൂട്ടിച്ചു ഇല്ലാതെ എല്ലാവരും ഏകകണ്ഠമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശക്തി എന്ന് പറയുന്നു. ഏകകണ്ഠമായിട്ട് ഇതിനെ സ്വാഗതം ചെയ്തില്ലേ? ഇവിടെ പ്രതിപക്ഷക്കാർക്ക് ഇവിടെ പരാതിയില്ലല്ലോ. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ജനത്തിനല്ലാണ്ട്. ഈ കാര്യത്തിൽ 1% പോലും പൊതുജനത്തിന് തൃപ്തി ഉണ്ടാകില്ല. അവർക്ക് ദോഷമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. നിഷേധിക്കാൻ കാര്യം നിഷേധിച്ചു. 9 ദിവസം അവധി കിട്ടും. 11-ാം തീയതി മുതൽ അടുത്ത 19 വരെ 9 ദിവസം അവധിയാണുള്ളത്. 3 ദിവസം മാത്രം ലീവ് എടുത്താൽ മതി. ആ അവസ്ഥയിൽ ദുരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. തുടർച്ചയായിട്ട് അവധി ദിവസങ്ങളിലാണ് ഇതിന്റെ വിഷമം ജനം പഠിക്കാൻ പോകുന്നത്, ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ അവരുടെ ജോലിയുടെ പലരും വിശദീകരിച്ചല്ലോ. വളരെ ദയനീയമാണ്. അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഈ 5 ദിവസം വർക്ക് ചെയ്യണു, ദിവസം സമയം കൂട്ടി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. വെറുതെയാണ്. ഇതൊന്നും ആൾക്കാർക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല. ഇത് ഇവർക്ക് ദർബാറടിക്കാനുള്ള സംവിധാനമായി. ഇവരുടെ വലിയ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാര് താഴെ കിടക്കണോ പിന്നെയും പണിയെടുക്കുന്നു. അന്ന് ഒപ്പിട്ട് പോകുന്നു കുറെ ഉദ്യോഗസ്ഥന്മാർ. അവരുടെ ശമ്പളം എത്രയാന്ന് വെച്ചാൽ 6 അക്കത്തിന് മേലാണ് എല്ലാവരുടെയും ശമ്പളം. അത് നമ്മുടെ നികുതി പണമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ്. പണിയെടുക്കട്ടെ, എന്നിട്ട് പൈസ വാങ്ങിക്കട്ടെ, എത്ര വേണമെങ്കിലും മേടിച്ചോട്ടെ. ശരി ശശിധരൻ, അങ്ങനെ എല്ലാവരും അടച്ചാക്ഷേപിക്കേണ്ടതില്ല. നന്നായി പണിയെടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യമല്ല. മനസ്സിലായി. ഓരോ ഓഫീസിൽ ഞാൻ ഓരോ സത്യം പറയാം. ഇവരിലേക്ക് ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. ഇവര് വണ്ടിയെടുത്ത് പോയിട്ട് ഇവരുടെ വീട്ടിലെ ഇവരുടെ ദുരിതപൂരങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും ഒക്കെ പോകുന്നവരാണ് പലരുടെയും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ശശിധരൻ. ശ്രീ രാജുക്കുട്ടിയാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജുക്കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ശ്രീ രാജുക്കുട്ടി, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, ഇപ്പോൾ ഈ ആഴ്ചയിൽ 5 ദിവസത്തെ ഒരു പ്രവൃത്തി ദിവസം കൊണ്ടുവരുന്നു. അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനം. എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ അതിന് യോജിച്ചു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അല്ല, ജനങ്ങൾക്ക് നേട്ടമുണ്ട്. പിന്നെ 10 കൊല്ലം കൊണ്ട് ഇപ്പൊ സർക്കാർ നമ്മളൊരു കാര്യം പോയാൽ എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ നടക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം മറ്റങ്ങനെയല്ല. നമ്മൾ മാസങ്ങളോളം കാലി നടക്കണം. പൈസ സ്ത്രീകളായാലും ഇപ്പൊ അങ്ങനെയല്ല. പോയാൽ ഒരു ദിവസം 2 ദിവസം കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട്. പറയുന്നത് കേരളത്തിലെ ഓഫീസുകളിലൊക്കെ എല്ലാം കാര്യക്ഷമമായി നടക്കുന്നുവെന്നാണോ? 90% കാര്യം. ഏറ്റവും അവസാനം മഹി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഓഫീസിൽ പോയത്? ഞങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസിൽ പോകാൻ വേണ്ടിയത്. ഈ കലം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രവണത്തിൽ. അത് നമ്മൾ ഒരു 3 ദിവസം കൊണ്ട് ശരിയാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ കുറെ വർഷങ്ങളൊക്കെ അറിയാം 3 ദിവസം കൊണ്ട് ശരിയാക്കിയത്. അല്ലെങ്കിൽ പൈസ കൊടുക്കണം. ഇപ്പൊ പൈസ വാങ്ങിക്കില്ല. പണ്ട് പൈസ കൊടുക്കണം. ഇത് കോൺഗ്രസിന്റെ ജോലിയുള്ളവർ പൈസ വാങ്ങിക്കും, അത് ഉറപ്പാണ്. പൈസ മേടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് മഹി പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പൈസ മേടിക്കും, ഇടതുപക്ഷത്തിനാണെങ്കിൽ മേടിക്കില്ല എന്നൊന്നുമില്ല. മേടിക്കുന്ന ആളുകൾ ശ്രീ മഹി, മേടിക്കുന്ന ആളുകൾ എല്ലാ പക്ഷത്തും ഉണ്ട്. അത് അതിന്റെ അളവിൽ ഇപ്പോൾ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ല, ഇടതുപക്ഷത്തിൽ കുറച്ച് 100 ആളുകളിലേക്ക് ഒരു 10% വായിക്കാം. അല്ല, അങ്ങനെയല്ല. വഴിമതിക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല മഹി. അത് താങ്കൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അവർ ഏത് ഭരണം കിട്ടിയാലും ആ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം അവർ നിൽക്കും. അവർ ആ പാർട്ടിയുടെ വലിയ ആളുകളായി നിൽക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന പലരും ഇടതുപക്ഷക്കാരൊന്നുമല്ല. ഇനി നാളെ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷം തുടരുകയൊക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഭരിക്കുന്നവർക്കനുസരിച്ച് പലരും മാറുന്ന ആളുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ കൈക്കൂലിക്കാരെല്ലാവരും ആരാണോ അധികാരികൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ശീലം. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 5 ദിവസത്തെ പ്രവൃത്തി ദിവസം അത് സ്വാഭാവികമായും സംസ്ഥാനത്തിനും ജനങ്ങൾക്കൊക്കെ ഗുണപ്പെടുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ 5 ദിവസമാക്കുന്നത്
ഒരു തരത്തിൽ നോക്കിയാൽ നല്ലതാണെന്നുള്ള അഭിപ്രായം എന്തായിരിക്കും? നമ്മള് ഇതിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലൊരു ട്രേഡ് യൂണിയൻ എന്താ പറയാ ഒരു പീഡനവും പീഡിപ്പിക്കലും ഒക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അതായത് ചില ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരും അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഒരു ജീവിക്കാനുള്ള ശമ്പളം അല്ല, ചിലർക്ക് കിട്ടുന്നില്ല ജീവിക്കാനുള്ള ശമ്പളം, ചിലർക്ക് ജീവിക്കാനുള്ള ശമ്പളത്തിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതൊരു വിഷയമുണ്ട്. പിന്നെ ഒരു അഭിപ്രായം ഈ പ്രസവം ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു 6 മാസമെങ്കിലും ലീവ് അനുവദിക്കണം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു 6 മാസം കൂടി കൊടുക്കണം. അപ്പൊ ശമ്പളത്തിൽ വ്യത്യാസം വരണം. അതായത് എന്റെ അഭിപ്രായത്തിൽ ഒരു പകുതി ശമ്പളമൊക്കെ ആയിട്ട് കുറച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കുഞ്ഞിനെ വളർത്താനെന്ന നിലയ്ക്ക് ഒരു വർഷത്തെ കൊടുക്കും. അതല്ല ഇപ്പൊ നമ്മൾ അത്ര വിഷയങ്ങളൊക്കെ പോസിറ്റീവ്, അതല്ല നമ്മുടെ വിഷയം. ഈ ആഴ്ചയിൽ 5 ദിവസമാക്കിയാൽ അങ്ങനെ ചർച്ച ചെയ്യാനെങ്കിൽ പല പല ചർച്ചകളുണ്ട്. അപ്പൊ ഇതിൽ പറയും ആഴ്ചയിൽ 5 ദിവസമാക്കിയാല് ഈ അവര് മനുഷ്യരാണല്ലോ. അപ്പൊ അവര് അതായത് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്താനും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനും ഒരു അവസരം കിട്ടും. കൃത്യമായ സമയങ്ങളിൽ ജോലി ചെയ്യും. ബാക്കി 5 ദിവസം കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായമുണ്ട്. നമുക്കിപ്പോ തന്നെ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ അവർക്ക് 5 ദിവസമുള്ളൂ, ആഴ്ചയിലുള്ളൂ. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആ രീതിയിൽ 5 ദിവസമായി വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ അതുപോലെ തന്നെ അവർ അങ്ങനെ കൊടുക്കുമ്പോ തന്നെ നമ്മൾ പല നിബന്ധനകളും വെക്കുന്നുണ്ട്. ബാലനാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കിയാൽ അത് എങ്ങനെയാണ് നമുക്ക് ഗുണകരമാവുക? കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. 6 ദിവസം വർക്ക് ചെയ്തിട്ട് തന്നെ വർക്ക് പെൻഡിങ് ആണ്. അപ്പൊ അത് 5 ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ കുറയല്ലേ? അതിപ്പോ വേണമെങ്കിൽ ഓരോ ദിവസം 1.5 മണിക്കൂറൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ചേർക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സേവകരാന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്നിട്ട് തന്നെ 4 ദിവസം പണിക്കാലും മതി. 6 ദിവസം വേണ്ട, 5 ദിവസം വേണ്ട. പക്ഷെ ആ കാഴ്ചപ്പാട് പലപ്പോഴും മാറി. ഞാൻ അടക്കാൻ ശ്രദ്ധിക്കില്ല. ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ പോകാൻ മെയിൻ പ്രശ്നം. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഓരോ ഫയലും ഓരോ ജീവനാണെന്ന്. ഇപ്പൊ കഴിഞ്ഞ മാസം പോലും എന്റെ പാലക്കാട് ഒരാള് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഗതി കെട്ടിട്ട് ആത്മഹത്യ ചെയ്തു. ഇത് പലപ്പോഴും ഇത് ഒറ്റപ്പെട്ടല്ല, പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസ് പെട്രോൾ വെച്ച് കത്തിക്കാൻ പോയ അവസരം പോലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും അസോസിയേഷൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ കാരണം എന്താ സമയത്ത് വരുന്നില്ല, അല്ലെങ്കിൽ സമയത്ത് ഞാൻ ആക്ഷേപിക്കല്ലോ കേട്ടോ, സമയത്ത് വരുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളോടൊരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞവരെ തിരിച്ചുവിടുക. അപ്പൊ ഈ 4 മണിക്കൂർ 4 ദിവസം തന്നെ മതി, ഇഷ്ടം പോലെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഓരോ കാര്യം വരുമ്പോഴും എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ മാതിരി അവിടെ വരും. അവർക്ക് വരുമ്പോൾ തോന്നും, കാരണം അവരൊക്കെ വലിയ എൻജിഒന്റെ നേതാക്കന്മാരാകും, അവർക്ക് സമയത്തിന് വരില്ല, അവർക്ക് തോന്നിയ പോലെ പോകും. ഇത്തരം പ്രശ്നങ്ങൾ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് പറഞ്ഞു ഒരു ഗഡു സാമൂഹ്യത്വപ്പ് കൊടുത്തു, ബാക്കിക്ക് ഒരു കമ്മീഷൻ വെച്ചില്ലെന്ന് പറഞ്ഞു. അവരൊക്കെ ഒപ്പം കൂട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ കളി ഉണ്ട് ഇതിന്റെ പുറത്ത്. 4 ദിവസം മതി ആത്മാർത്ഥമായിട്ട്. എല്ലാവരും ചെയ്യുന്നില്ല, ആത്മാർത്ഥമായി ജനങ്ങളുടെ സേവകരാന്നുള്ള ബോധ്യത്തോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 ദിവസം മതി എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോയലാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ജോയൽ, താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ കാണുന്നത്, ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നതിന്? ശ്രീ രഘുവാണ്, ശ്രീ രഘുനന്ദനാണ് കൊല്ലത്തു നിന്നാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഞാൻ രഘുനന്ദനൻ, കൊല്ലം തിരുമുല്ലവാരം. ശരി, സാറിന്റെ സ്ഥലം മറന്നുപോയില്ലേ? ഇല്ല, ഞാൻ പെട്ടെന്ന് രഘു എന്നുള്ള പേര് ഇവര് വിളിക്കുന്ന പേരുകൾ സാറിന് അടിച്ചിടും. അപ്പോൾ ഞാൻ രഘുനന്ദനൻ എന്നുള്ളത് കണ്ടു. രഘുനന്ദനൻ എന്ന് പറഞ്ഞാൽ തിരുവില്ലാമരം എന്ന് അതിനൊപ്പം ഞാനങ്ങ് ഓർത്തേനെ. ശരി. അതായത് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെന്റ് ജീവനക്കാരുടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നത് ഇപ്പം സേവന കേന്ദ്രങ്ങൾ വഴിയാണ്. അത് തന്നെ അവർക്കൊരു ആക്ഷനാണ്. പണ്ട് ഈ ജോലികളെല്ലാം മറ്റൊരു ചെയ്തുകൊണ്ടിരുന്നതാണ്. ഗവൺമെന്റ് നേരത്തെ ഒരു പ്രേക്ഷകൻ സംസാരിച്ച പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതായത് ജനങ്ങളുടെ സേവകരാണ് എന്നുള്ള ചിന്തയിൽ ജോലി ചെയ്യണം. അത് എത്ര ഗവൺമെന്റ് ജീവനക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓരോ മണിക്കൂറോ 1.5 മണിക്കൂറോ ടൈം കൂട്ടുമെന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ ജോലി ചെയ്യുന്നതിനെക്കാട്ടും 1.5 മണിക്കൂർ സമയം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വെറുതെ ഇരിക്കുന്നവർ 1.5 മണിക്കൂറും കൂടെ അവിടെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് പേര് ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാത്തവരുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പ്രൈവറ്റ് മേഖലയിലെ ആൾക്കാർ എങ്ങനെ ജോലി എടുക്കുന്നു, അവരുടെ കഷ്ടപ്പാടുണ്ടാകുന്നു, അവരുടെ ശമ്പളം എന്താണെന്ന് അവർ മനസ്സിലാക്കണം. കാരണം ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒരുപാട് അവധികളുണ്ട്, അവർക്ക് ശമ്പളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ എത്രയോ പാവപ്പെട്ടവർ വന്ന് അവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് അപേക്ഷിക്കുമ്പോൾ പോലും വളരെ നികൃഷ്ടമായിട്ട് അവരെ കാണുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കിടെ വരുന്നത് എന്തെങ്കിലും ജീവിതം, ഈ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് ഓരോ ജീവിതം ഓരോ ഫയലെന്ന് പറഞ്ഞ കണക്ക് ആ രീതിയിൽ അവർ കണ്ടുകൊണ്ട്
അവർ നമ്മുടെ വീട്ടിലൊരു അംഗമാണ്, നമ്മുടെ അച്ഛനാണ് അമ്മയാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ് അവർ. അങ്ങനെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ 5 ദിവസം ആക്കുന്നതിനേക്കാളും 6 ദിവസം തന്നെ വേണം. അങ്ങനെയെങ്കിലും കുറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം ആവട്ടെ. അവർക്ക് ഒരു ദിവസം കുറച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ രഘുനാഥനാണ് തിരുവില്ലാമരത്ത് നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ്, കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനം, കൊട്ടാരക്കരയിൽ നിന്നാണ് ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ കാണുന്നത്? ഈ സംവിധാനത്തെ കാണുന്നത് പറഞ്ഞാല് ഈ 5 ദിവസം ആക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചില ഓഫീസുകാർക്ക് കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഈ 5 ദിവസമൊക്കെ ആക്കി കഴിഞ്ഞാല് അവിടുത്തെ ജോലിയൊക്കെ ഒരുപാട് പെൻഡിങ് ആയി പോവോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% കൂടുതൽ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സർക്കാരിന്റെ മൊത്ത വരുമാനത്തിൽ പാതിയിൽ കൂടുതലും ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും ഇല്ല. ഒരു 20% ആൾക്കാർക്ക് മാത്രമേ ഇത് കാണത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചെല്ലുന്ന ആൾക്കാർ അടിമ ഉടമ. അതായത് നമ്മളൊരു ആവശ്യത്തിന്, ഉദാഹരണത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അടിമയും അവിടെ ഇരിക്കുന്ന ഒരു പ്യൂണായാലും ഉടമ എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഒരു മാന്യമായ ഒരു പെരുമാറ്റം ഇല്ല. ഈ രാജ്യത്തെ ഒരു പൗരനാണ്, ഇവിടുത്തെ നികുതി പണം കൊണ്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ല. ഇപ്പം വലുതായിട്ടില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ശതമാനം ആൾക്കാർ രാവിലെ വന്ന് അറ്റൻഡൻസിൽ ഒപ്പിട്ടിട്ട് യൂണിയൻ പ്രവർത്തനത്തിന് പോകുന്ന പലരെയും എനിക്കറിയാം, പല ഡിപ്പാർട്ട്മെന്റുകളിലും. അതുപോലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വില്ലേജ് ഓഫീസിൽ തന്നെ ചില ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ അവർ എവിടെങ്കിലും എന്തെങ്കിലും ഒരു സർവേ ഉണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങ് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിന്ന് ആരും കാണത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഒരു നല്ല രീതിയിലുള്ള മറുപടി ഒന്നുമല്ല പറയുന്നത്. അത്തരം ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടേണ്ട ഓഫീസുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ വലിയ പണിയും ആളിന്റെ ക്ഷാമവും ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മോശമായി പണി ഇതുപോലെ മുങ്ങുന്ന ആളുകളുണ്ടാവും. എല്ലാ ഓഫീസുകളും അങ്ങനെയല്ല. സാധാരണ ജനം ചെല്ലുന്ന ഓഫീസുകളിലെ നിൽക്കുന്ന ആളുകൾക്ക് വലിയ ഉത്തരവാദിത്വം ജനം തിരിച്ചറിയും. ഈ ജനം കയറി ചെല്ലാത്ത ഓഫീസുകളുണ്ട്, അവിടെയൊക്കെ ആളുകൾ കയറിയില്ലെങ്കിൽ പോലും പലപ്പോഴും അറിയാറില്ല. ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ ഒരു ദിവസം കുറയ്ക്കുന്നതിൻ്റെതായിട്ടുള്ള ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ കർശനമായിട്ട് അഹമ്മദ് ബാവയാണ് ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ദിവസം കുറച്ചാൽ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ച് അവരുടെ കൂടുതൽ അവർക്ക് ഒഴിവ് സമയം കിട്ടുകയും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് പറയുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അതല്ല, കൊള്ളാമെന്നും പറയും. താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. ഒരു ദിവസം കൂടി കൂടുതൽ അവധി കിട്ടുന്നതുകൊണ്ട് അവരുടെ കുടുംബത്തിലൊക്കെ അവർക്ക് ആഘോഷിക്കുക, കുടുംബത്തോടൊപ്പം കൂടാ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, ഇവിടെ ഒക്കെ അധികം ചെല്ലുന്നത് സാധാരണക്കാരാണ്. ഈ ദിവസങ്ങളിൽ ഈ ചെല്ലുന്നവർക്ക് കുടുംബം ഉണ്ട്. അപ്പൊ അവര് വന്ന പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ വല്ല അടിമകൾ ചെല്ലുന്നത് പോലെയാണ്. അപ്പൊ അവരവിടെ ഇരുന്ന് സൂഹിക്കുക. എല്ലാ ഓഫീസേഴ്സും അല്ല കേട്ടോ, നല്ലതായ ഓഫീസേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ തള്ളിക്കളയുന്നില്ല, അവിടെ ഓർക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പൊ ഒരു ദിവസം കൂടി അവധി കൊടുത്തതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്ന സാധാരണത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ട് എന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ട് കിട്ടൂല ജനങ്ങൾക്ക്. ഇനിയിപ്പോ ഇത് രാവിലെ 10 മണി എന്നുള്ളത് 9:30 ആക്കാം, 4 ഉള്ളത് 4:30 ആക്കാം. അങ്ങനെ ഓരോ മണിക്കൂർ കൂട്ടിയിട്ട് കൊടുത്താലും ഇപ്പൊ ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞ അവരവിടെ ആ സമയം ചെലവാക്കി കളയാനല്ലാതെ ഒരു കാര്യം അതിൽ കിട്ടില്ല. പണ്ട് സെക്രട്ടേറിയറ്റിലോ മറ്റോ പഞ്ചിങ് ഏർപ്പെടുത്തിയല്ലോ, എന്തായി അതിന്റെ സ്ഥിതി? അത് ഇവിടത്തേക്കാ പോയത്. അപ്പൊ ഫയലിൽ ഒപ്പിടുക, എന്നിട്ട് സംവിധാനം ഇപ്പോഴും ഉണ്ട് ശ്രീ അഹമ്മദ് ബാവ. ഉണ്ടോ? അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്. സോറി, ഞാൻ വിചാരിച്ച അത് അങ്ങനെ തന്നെ പോയി എന്നാണ്. താങ്കൾ പറഞ്ഞത് നന്നായി, അത് അറിയാൻ കഴിഞ്ഞല്ലോ അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇതുകൊണ്ടൊരു പ്രത്യേകിച്ചൊരു കാര്യം കിട്ടുന്നില്ല. ഇനി സാർ ഈ വിഷയത്തിൽ എല്ലാത്തൊരു കാര്യം ഞാനൊന്ന് അതിന്റെ ഉള്ളിൽ കൂടി ഒരു സെക്കൻഡോട് പറഞ്ഞു തീർക്കട്ടോ. ഇപ്പോ ഈ ആഴ്ചയിൽ 2 ദിവസം നിർബന്ധമായിട്ട് ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവധി കൊടുക്കണം. അത് പ്രൈവറ്റ് മേഖലയിൽ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു
ആവശ്യമുള്ള ആളാണ് ഞാൻ. എൻ്റെ ഒരു ശരി, അഭിപ്രായം അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. സ്വകാര്യ മേഖലയിലടക്കം കുട്ടികൾക്ക് അങ്ങനെ 2 ദിവസം അവധി കൊടുക്കണമെന്ന് തന്നെയാണ് നയം. പക്ഷേ ചിലയിടത്തൊക്കെ അങ്ങനെ നടക്കാറില്ല. എന്തായാലും അടുത്ത സന്തോഷാണ് കോഴിക്കോട് നിന്നാണ്. സന്തോഷിലേക്ക് വരും മുമ്പ് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി ഒന്ന് വായിക്കാമെന്ന് തോന്നുന്നു. സബീന സുൽഫിയാണ് പറയുന്നത്, റെഡ്യൂസിംഗ് ദി വർക്കിംഗ് ഡേയ്സ് to 5 will bring financial benefit to the government. Administrative costs can be reduced. More time will be available for other needs എന്ന് പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. പ്രോപ്പർ ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഷുഡ് ബി ഗിവൺ ടു ഹെൽത്ത് കെയർ ഏരിയാസ് എന്ന് പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, യെസ്റ്റർഡേ അവർ മറ്റൊരു ചാനലിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. 1-2 ദിവസം മാത്രം മതി എന്ന് കളിയാക്കിയാൻ തോന്നുന്നു. ഡേവിസ് എംഒ പറയുന്നു, കേരള സർക്കാരിൻ്റെ വളരെ നല്ല തീരുമാനം. ദിവസേന ജോലി സമയം നീട്ടിയാലും ഈ നീക്കത്തെ ജോലി വേതന ബാലൻസ്, ജീവിത ബാലൻസ് മെച്ചപ്പെടുത്തുമെന്നാണ് അലക്സ് തോമസ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫംഗ്ഷനിങ് ഇൻ കേരള ഓൾറെഡി ഫോളോ ദി 5 days per week ഷെഡ്യൂൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. സബീന സുൽഫിയാണ്. പ്രമോദ് എന്നാണ് പറയുന്നത്, 10 മണിക്ക് വരാത്തവർ 9 മണിക്ക് വരും എന്നുള്ളത് കുറിച്ചൊരു സ്മൈലിയൊക്കെ ഇട്ടേക്കുന്നു. ഇപ്പോൾ 10 മണിക്ക് വരാമെന്ന് നാളെ 9 മണിയാക്കിയാൽ അവർ 9 മണിക്ക് വരും എന്നുള്ളതിനെക്കുറിച്ച് തീരെ ജനത്തിന് വിശ്വാസമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇത് കേൾക്കേണ്ടതാണ്. നന്നായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുള്ളപ്പോഴും അങ്ങനെ അല്ലാത്ത ആളുകൾ വൈകി വരികയും നേരത്തെ പോവുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പേരുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ പ്രതിച്ഛായ ഇങ്ങനെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് അത് കഴിയുക, അല്ലാതെ മറ്റുള്ളവർക്കല്ല കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ജനത്തിൽ പലപ്പോഴും ഈ ഓപ്പോസിറ്റായിട്ടുള്ള വലിയ വികാരം അതിനെതിരെ ഉയരുന്നതും. കേന്ദ്ര സർക്കാർ, നിരവധി സംസ്ഥാന സർക്കാരുകൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ 5 ദിവസത്തെ ജോലി സംവിധാനം നിലവിലുണ്ട്. ഇതേ മാതൃക സ്വീകരിക്കുന്ന കേരള സർക്കാരിൻ്റെ തീരുമാനം പുരോഗമനപരവും ജനസൗഹാർദ്ദപരവുമാണെന്നാണ് അലക്സ് തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. ജയകുമാർ പറയുന്നു, താൽക്കാലിക ജീവനക്കാരുടെ കാര്യം കഷ്ടത്തിലാവും, 4 ദിവസത്തെ വേതനം നഷ്ടമാകും എന്ന് പറയുന്നു. അത് ശരിയാണ്. ദിവസ വേതനക്കാർക്ക് ആ ദിവസത്തെ വേതനം അവർക്ക് നഷ്ടമാവും. ജനങ്ങളിൽ നിന്നും പിടിവാങ്ങും സർക്കാർ ജോലിക്കാർക്ക് മാത്രം മതി, ജോലി ചെയ്യുന്ന ദിവസത്തെ ശമ്പളം കൊടുക്കാവൂ എന്ന് പറയുന്നു. നെവർ കമ്പയർ പ്രൈവറ്റ് സെക്ടർ വിത്ത് പബ്ലിക് സെക്ടർ, നോ ഹ്യൂമാനിറ്റി ദെയർ എന്ന് പറയുന്നു. അത് ഷിജു കിരിയത്താണ് പറയുന്നത്. ശരിയാണ്, പലപ്പോഴും സ്വകാര്യ മേഖലയിൽ പല സ്ഥലത്തും ഒരു തൊഴിൽ നിയമവും പാലിക്കപ്പെടാറില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെ പുതിയ സംവിധാനം വന്നപ്പോൾ അവിടെയും കൂടുതൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഒക്കെ. എന്തായാലും അത്തരം ഉള്ള നിയമങ്ങൾ പോലും പാലിക്കുന്നില്ല പിന്നെ പല സ്ഥലങ്ങളിലും. ഇതിൽ കമൻറ്റ് ബോക്സിൽ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ വേണമെന്ന് ശശിധരൻ പിള്ള പറയുന്നു. മഹിയോട് പറയുന്നു, NGO കൈക്കൂലി വാങ്ങുന്ന NGO യൂണിയൻ അംഗങ്ങളുടെ പേര് പറയട്ടെ, ഓടരുത് എന്നൊക്കെ മഹിയോട് പറയുന്നു. എന്തായാലും മറ്റ് കമൻറ്റുകൾ കൂടി വായിക്കാൻ സന്തോഷമാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 5 ദിവസമാക്കിയാൽ നേട്ടം ആർക്ക്? 5 ദിവസം ആക്കിയാലേ നേട്ടം സാധാരണക്കാർ ഒരു നേട്ടം ഉണ്ടാവില്ല സാർ. എന്താ വെച്ചാൽ 6 ദിവസം തന്നെ പോയിട്ട് പോലും സാധാരണക്കാർക്ക് അവരെ ബുദ്ധിമുട്ടുകളൊന്നും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോഴേ പരിഹരിക്കപ്പെടുന്നില്ല. സാധാരണക്കാരൻ 8 മണിക്കൂർ ജോലി ചെയ്തിട്ടും ജീവിതം കൂട്ടിമുട്ടിക്കാൻ ഇപ്പം പ്രയാസപ്പെടുമ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 6 ദിവസം തന്നെ ഉണ്ടായിട്ട് തന്നെ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോകും വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ. ഇപ്പൊ അത് അവർക്ക് ഇനിയും ആനുകൂല്യങ്ങളും വശങ്ങളും ഒക്കെ വെച്ചു കൊടുക്കും. അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ പിടിച്ച് VSC കൂടെ കയറ്റട്ടെ. അവര് 8 മണിക്കൂറും 10 മണിക്കൂറും ജോലി ചെയ്യാൻ റെഡിയാണ് സാർ. ശരി, ഓക്കെ. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? താങ്കൾ സ്വകാര്യ മേഖലയിലാണോ അതോ സർക്കാർ മേഖലയിൽ എവിടെ ജോലി ചെയ്യുന്ന ആളാണ്? ഞാനൊരു റിട്ടയർഡ് എന്റർപ്രനർ ആയിരുന്നു. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. പാർട്ടിയിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഓർഗനൈസ് സെക്രട്ടറി മുതൽ KPCC ജനറൽ സെക്രട്ടറി വരെ ആയ ആളാണ്. അപ്പൊ താങ്കൾ ഈ വിഷയങ്ങളോടൊക്കെ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ. അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അഭിപ്രായത്തിൽ ഇതൊരു നല്ല തീരുമാനമാണ്. സബ്ജക്ട് ടു ഈ പറയുന്ന ഈ 6ാമത്തെ ദിവസത്തെ മറ്റുള്ള ദിവസങ്ങളിലേക്ക് ടൈം അലോട്ട് ചെയ്യുക. ഒരു മിനിറ്റ് പോലും കുറയ്ക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പലവരും പറയുന്നുണ്ട് നമ്മൾ 6 ദിവസം ഉണ്ടായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നു. ആരും ചുമ്മാ അങ്ങോട്ട് ചന്തയ്ക്ക് പോകുന്ന പോലെ ഒരു ഓഫീസിൽ പോകാറില്ല. അവർ പ്ലാൻ ചെയ്യും, ഇന്ന ദിവസം പോകണം. ഞായറാഴ്ച ആരെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ എല്ലാ ദിവസങ്ങളിലും പോകാം. അപ്പൊ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ 5 ദിവസം ആക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് വെച്ചാല് എന്തുമാത്രം ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ കാണാം, അവിടെ ആളില്ലെങ്കിലും ഫാൻ ഓടിക്കൊണ്ടിരിക്കും, AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ലൈറ്റുകൾ ഓൺ ആയിക്കൊണ്ടിരിക്കും. 5 ദിവസമായാലും വ്യത്യാസമൊന്നും വരില്ലല്ലോ. 5 ദിവസത്തെ നടക്കും, 6ാമത്തെ ദിവസത്തെ പോകില്ലല്ലോ. ഈ 1 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും അധികം എടുത്തു കഴിഞ്ഞാൽ
7 മണിക്കൂർ, ഇപ്പോൾ നിലവിൽ 7 മണിക്കൂർ, ഒരു ദിവസം വെച്ച് അധികം എടുത്താൽ 5 മണിക്കൂർ. ആ 2 മണിക്കൂറത്തെ വൈദ്യുതി ലാഭിക്കാമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ലാഭം എന്നൊന്നും പറയാനില്ല. ഈ അവരുടെ കാര്യക്ഷമതയും കൂടുതൽ സമയം കിട്ടുമെന്നൊക്കെ പറയുന്നത് ശരി. പക്ഷേ ഈ മറ്റേതൊരു ലാഭമുണ്ട്, ലാഭം ഇല്ലെന്നല്ല, പക്ഷെ അതൊരു വലിയ നേട്ടമായിട്ട് പറയാൻ വേണ്ടി വല്ലതും ഉണ്ടോ? അല്ല കിരൺ, അതെ, അതോടൊപ്പം തന്നെ കുട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാവരും ഓരോ വാഹനത്തിലാണ്. അത് ശരിയാണ്, വാഹനത്തിൽ വരുന്നവരാണ്. ആ വാഹനത്തിന്റെ വാഹനം സർക്കാർ കൊടുക്കുന്ന എടുത്ത് മാത്രമേ സർക്കാരിന് ചിലവാകുന്നുള്ളൂ. സ്വകാര്യ വാഹനത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ അവർ മറ്റ് പൊതുഗതാഗതം ഉപയോഗിച്ചാലും സർക്കാരിന് ലാഭം മാത്രമേ ഉള്ളൂ, അവിടെ നഷ്ടമൊന്നുമില്ല. അല്ല സാർ, പൊതുവാഹനമല്ല, സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഉദ്യോഗസ്ഥർക്ക് ലാഭമാണ്. ഞാൻ പറഞ്ഞത് സർക്കാരിന് അവിടെ ലാഭമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അതെ, അത് സർക്കാരിനെ മാത്രം ഉദ്ദേശിച്ച് ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം റോഡുകളിലെ ശനിയാഴ്ച ദിവസങ്ങളിലും റോഡുകളിലെ കുറച്ചുകൂടെ ഫ്രീ ആവും. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുമായിട്ട് സംബന്ധപ്പെട്ട ഓഫീസുകളും കുറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു ഫ്രീ ആളുകൾക്ക് മൂവ് ചെയ്യാനും ഒക്കെ. അപ്പം ഇതിനകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓഡിറ്റിംഗ് സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ്. ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്താൽ ഈ 6 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 7 മണിക്കൂർ കൊണ്ടോ ആ ഓഫീസിൽ എത്ര ഫയൽ ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു ഓഡിറ്റിംഗ് സംവിധാനം വന്നാൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. അതായത് സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും 6 ദിവസം ജോലി എന്നത് 5 ദിവസത്തിലേക്ക് മാറ്റാൻ ഉള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് അത് ആശ്വാസകരമാണ്. എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്ക് എന്തായാലും ഗുണകരമാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ 6 ദിവസം ഉണ്ടായിട്ട് പോലും ഒരു സംഗതി ശരിയാകണമെങ്കിൽ 5ഉം 10ഉം 20ഉം തവണ ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരു വല്ലാത്ത സാഹചര്യമുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു പരിഹാരം കൂടി ഇതിൽ കാണണം. കാരണം ഞാനത് എന്റെ അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സംഗതി ഒരു സംഗതി ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരു തവണ പോകുമ്പോൾ പറയും ഉദ്യോഗസ്ഥന്മാർ പുറത്താണ്, രണ്ടാമത് പോകുമ്പോൾ പറയും നിങ്ങൾ 400ാമത്തെ ആളാണ്, 400 ആപ്ലിക്കേഷൻ ഇതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്, അതിൽ 400ാമത്തെ 500 ഉണ്ട് 600 ഉണ്ട്, അപ്പൊ ഞാൻ 400ാമത്തെ ആളാണ്. ഈ 400 കഴിയണമെങ്കിൽ എനിക്ക് എത്ര ദിവസം വേണ്ടി വരുന്ന വെച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പുറത്തായിരിക്കും. അവർ ഔദ്യോഗികമായ ആയിട്ടാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ നമ്മൾ 1 കൊല്ലവും 1.5 കൊല്ലവും ഒരു ഫയൽ നീക്കം ചെയ്യുക, ഒരു ഫയൽ നമുക്ക് റെഡിയാക്കി കിട്ടാൻ നമുക്ക് താമസം ഏത് എനിക്കറിയില്ല, അത്രയും താമസം ഉണ്ടാവാറുണ്ട്. 1 വർഷമൊക്കെ താമസിക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊരു എക്സാജറേറ്റ് ചെയ്ത കണക്കാവില്ലേ? 1.5 വർഷമായിരിക്കും എനിക്ക് ഒരു സംഗതി ശരിയാക്കി കിട്ടാൻ വേണ്ടി. 1.5 വർഷം നിയമപരമായി കിട്ടാവുന്ന ഒരു സാധനം കിട്ടാനാണ്. ആദ്യം വില്ലേജ് ഓഫീസിൽ പോയി പറയാൻ വേണ്ടി പറയും. വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസിൽ പോയിട്ട് പറയാം. കൃഷി ഓഫീസിൽ പോയി പറയും വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ നമ്മൾ തന്നെ കാര്യത്തിൽ നമ്മൾ ഏത് ഓഫീസിലാണ് ചെല്ലേണ്ടതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഇന്റർനെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. 1.5 വർഷം എന്നൊക്കെ പറയണം, വൈകുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ 1 വർഷം 1.5 വർഷം എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് കണക്കായി എനിക്ക് തോന്നി. അതുകൊണ്ട് ചോദിച്ചാണ്. താങ്കൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. എന്റെ നേരിട്ടുള്ള അനുഭവം ഞാൻ ഞാൻ കളവല്ലേ പറയുന്നത്, എന്റെ നേരിട്ടുള്ള അനുഭവം. അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോൾ എന്താ വെച്ചാൽ ഈ 6 ദിവസം 5 ദിവസം ആക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരു കൃത്യത വേണം. നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ 6 മണിക്കൂർ ജോലി 5 ദിവസം, 6 മണിക്കൂർ ജോലി 5 ദിവസമാണ് അവിടെ ജോലി ദിവസവും. അവിടെ എല്ലാം കൃത്യമാണ്. അതിനൊരു കൃത്യതയുണ്ട്, അതിനൊരു ചില നിയമ ചട്ടങ്ങളുണ്ട്. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങളും. ശ്രീ അമലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അമലിലേക്ക് കടക്കുമ്പോൾ 1-2 വേഗത്തിൽ കമന്റുകൾ വായിക്കാം. എല്ലാ സർക്കാർ ഓഫീസുകളിലും നിർബന്ധമായും പഞ്ചിങ് ആദ്യം നടപ്പാക്കുക. നിലവിൽ ജില്ലയിലെ പല ഓഫീസുകളിലും പൂർണ്ണമായി പഞ്ചിങ് ആയിട്ടില്ല. അതിനുശേഷം ആയാൽ തെറ്റില്ല. 2 ദിവസത്തെ ഇടവേള ജോലിയെ ബാധിക്കുമെന്ന് അബ്ദുൾ ഹക്കീം ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു. മോഹൻ പറയുന്നു IT സെക്ടറിലെ പോലെ വർക്ക് ഫ്രം ഹോം ആയാൽ ആഹാ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ കൈക്കൂലി കയ്യിൽ വാങ്ങില്ല, GPay ആണെന്ന് ജയകുമാർ പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു യൂണിയൻ നേതാക്കൾക്ക് ഈ തീരുമാനം ബാധകമല്ല, കാരണം അവർക്ക് ഏതാണ്ട് എല്ലാ ദിവസവും അവധി തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ശ്രീ ശശിധരൻപിള്ള അങ്ങനെയല്ല, നമുക്ക് ആ സംവിധാനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പഴയതുപോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ. 5 ദിവസമായാലും 6 ദിവസമാക്കിയാലും പൊതുജനം വന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സർക്കാർ ഉത്തരവുണ്ടെങ്കിലേ അത് ജനത്തിന് കിട്ടുകയുള്ളൂ. അല്ലാതെ സർക്കാർ ഉത്തരവില്ലാത്ത സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജനം വന്നാൽ അവർക്ക് കിട്ടില്ല എന്ന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല.
AK കൃഷ്ണൻകുട്ടി പറയുന്നു, ഒരു അപേക്ഷയിൽ തീരുമാനം ഉണ്ടാകാൻ ടാർഗറ്റ് വെക്കണം എന്നുള്ള പറയുന്നു. അത് അങ്ങനെയൊക്കെയുള്ള ടാർഗറ്റുകളൊക്കെ പലപ്പോഴും സർക്കാർ വെക്കാറുണ്ട്. പക്ഷേ ഫയൽ എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ സെക്രട്ടേറിയറ്റിലൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സംവിധാനത്തൊക്കെ എങ്ങനെ ഫലപ്രദമായി അതിവിദഗ്ധമായി കബളിപ്പിക്കാമെന്ന് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് ചെറിയ കുറിയിട്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരും. നന്നായി ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെ ദുരുപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട്. ലീവും സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും ജോലി ദിവസങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റമുണ്ടാക്കണമെന്ന് വല്ലാത്ത ജാതി എന്നാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുറേ കമൻറ്റുകൾ കൂടിയുണ്ട്. അവർ നന്നായി ജോലി ചെയ്താൽ 4 ദിവസം ജോലി ചെയ്താൽ മതി. ഈ 6 ദിവസം എന്നുള്ള 5 ദിവസം ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അമൽ എങ്ങനെ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് 9 മണിക്കൂർ ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പം നമ്മുടെ സർക്കാർ മേഖലയിലോട്ട് വരുമ്പോഴത്തേക്കും 6 ദിവസം എന്നുള്ള 5 ദിവസം ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നത് പൊതുജനങ്ങൾക്ക് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 ദിവസം പ്രവൃത്തി ആയിട്ട് പോലും മിക്ക ഫയലുകളിൽ നീങ്ങുന്നില്ല. ഇലക്ഷൻ ആവുമ്പോൾ നമ്മൾ ഫയലുകൾ തീർപ്പാക്കുന്ന പദ്ധതികൾ പോലെ കൊണ്ടുവരുന്നതല്ലാതെ അത് ഇലക്ഷന് വേണ്ടി അവരുടെ പാർട്ടിക്ക് ഉപയോഗം ചെയ്യുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതല്ല. അല്ലാതെ ഒരു സർക്കാരും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ആക്കുന്നത് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ യൂണിയൻകാരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. 4-5 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ വോട്ടും പ്രധാനമാണ്. അതെ തീർച്ചയായിട്ടും. ഇലക്ഷൻ ടൈം ആയപ്പോഴാണല്ലോ ഇവരിപ്പം ഈ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇത്രയും നാൾ എടുത്തിട്ടില്ല. ഇത്രയും നാൾ ഈ പറയുന്ന നമ്മളെ പൊതുജനങ്ങളുടെ ഫയലുകൾ നീങ്ങുന്നതിനെ കുറിച്ചൊന്നും സർക്കാർ ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇപ്പം പറയുന്നു രാവിലെ ഇത്ര മണിക്കൂർ പോലും ഇത്ര മണിക്കൂർ കൂട്ടിയിട്ട് ഒരു ദിവസം കുറയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ പ്രായോഗികമായിട്ടുള്ള അടുത്ത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങളും KSRTC എല്ലാം നമ്മൾ ആ ഒരു 9 മണി 10 മണി സമയത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം മൊത്തത്തിൽ ഒരു റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വരും. ശരി, ശ്രീ നാരായണൻകുട്ടിയാണ് പാലക്കാട് നിന്നാണ്. ശ്രീ നാരായണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 5 ദിവസമാക്കിയാൽ അത് എങ്ങനെയാണ് മെച്ചമാവുക? 6 ദിവസം കൊടുത്തിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ നടക്കില്ല. പിന്നെ 5 ദിവസമായി അതുകൊണ്ട് എന്താ സാറേ ഗുണം? പിന്നെ ആ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് ശേഷം ഓഫീസിൽ ഒരു 90% ആൾക്കാരും ചെല്ലില്ല. കാരണം ഒരു കാര്യം നടക്കില്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം 90% ആൾക്കാർ ഓഫീസിൽ ഒരു കാര്യങ്ങൾക്കും ചെല്ലുന്നില്ല. അപ്പൊ ഇത് വെറുതെ ഒരു ട്രേഡ് യൂണിയനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് വെച്ചിട്ട് ഒരു നിയമം നടപ്പാക്കുന്നു പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വനിതാ ജീവനക്കാർക്ക് വീട്ടിൽ പോകുന്നത് വൈകുന്നേരം 1 മണിക്കൂർ കൂടുതൽ കൊടുത്ത് വിചാരിക്കുക. ഒരു കാര്യമില്ല, അവർക്ക് വീട്ടിലെത്താൻ നേരം വഴുകും. ഇന്നത്തെ എന്താണ് പകൽ തന്നെ റോഡിൽ കൂടെ നടക്കാൻ എവിടെയും നടക്കാൻ പറ്റുന്ന സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ വനിതാ ജീവനക്കാരുടെ കാര്യം കഷ്ടത്തിലല്ല. അതുകൊണ്ട് ശ്രീ നാരായണൻകുട്ടി, ഇപ്പോൾ എത്രയോ സ്ത്രീകൾ രാത്രി ജോലി ചെയ്യുന്ന സ്ത്രീകൾ എത്രയോ മേഖലയിൽ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി എന്നുള്ളത് 5:30 ആയാൽ എന്ന് കരുതി വനിതാ ജീവനക്കാരുടെ ആകെ ജീവിതം അപകടത്തിലാവുമെന്നൊന്നും പറയുന്നതിലൊന്നും കാര്യമില്ല. അതായത് സ്ത്രീകൾക്ക് ഇപ്പോൾ പകലും രാത്രിയും ഒക്കെ ജോലി ചെയ്യുന്ന സംവിധാനമുണ്ട്. അങ്ങനെ നാട്ടുകാർ അങ്ങനെയൊക്കെ മോശപ്പെട്ട പെരുമാറുന്ന നാട്ടുകാരുണ്ടെങ്കിൽ ആ നാട്ടുകാരാണ് മാറേണ്ടത്. അല്ലാതെ അതുകൊണ്ട് അവർക്ക് സമയം പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. നാട്ടുകാരും മാറാൻ സാധ്യതയില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ നിയമങ്ങൾ ലോകം മുഴുവൻ മാറി. ഇപ്പോഴും മാറാത്ത ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ ഈ മറ്റു അതുപോലെ ഈ നിങ്ങളെത്താൻ എന്ന് പറയുന്നത് പോലെ അവരെയൊക്കെ മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവണം. മറ്റുള്ള ജീവനക്കാരെ പിടിച്ചു നിർത്താൻ അല്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഒന്നും വരാൻ പോകുന്നില്ല. ശരി, ഓക്കെ. പ്രതികരിച്ചത് പാലക്കാട് നിന്നും. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ട. ശ്രീ എബ്രഹാമാണ് കോതമംഗലത്ത് നിന്ന്. ശ്രീ എബ്രഹാം, താങ്കളിലേക്ക് വരും മുമ്പ് ഒരു കമൻറ്റ് വായിച്ച് രസം. ഗോപാലകൃഷ്ണൻ GK കുറിപ്പ് പറയുന്നു, കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 1 ദിവസമാക്കിയാൽ റോഡിൽ തിരക്കില്ല, കറണ്ട് ലാഭിക്കുക, അതല്ലയോ നല്ലത് എന്നത് പറയുന്നു. തമാശയായിട്ട് പറഞ്ഞതായിരിക്കും അദ്ദേഹം. അങ്ങനെ ആളുകളൊക്കെ തിരക്ക് കണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ ശ്രീ എബ്രഹാം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ 5 ദിവസമാക്കുന്നത് ആർക്കാണ് നേട്ടമാവുന്നത് അല്ലെങ്കിൽ കോട്ടമാവുന്നത്? ഇതിപ്പോ 7 ദിവസം വർക്ക് ചെയ്താലും സർക്കാരിന്റെ ഒരു പണിയും കാര്യമായിട്ട് സമയത്ത് നടക്കുന്നില്ല. അപ്പൊ 5 ദിവസമൊക്കെ എന്താ അതിന്റെ പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യൂണിയൻകാരെല്ലാവരും ഈ കാര്യത്തിൽ ഒരുമിക്കുന്നുണ്ട്. കാരണം അവനവന്റെ കീശ കുറിപ്പിക്കാനും സമരം ചെയ്യാനും ഇവർക്ക് നേരമുള്ളൂ. പൊതുജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് സഹായം ചെയ്യാനായിട്ട് യാതൊരു താല്പര്യമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം പേപ്പർ നിലവിലെ ഗവൺമെന്റ് ഓർഡറുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ചില ഓർഡറുകൾ അവരുടെ എത്തിയിട്ടില്ലെന്ന് അവർ പറയുന്നു. സത്യത്തിൽ സർക്കാരിന്റെ ഓർഡർ അവരുടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല. ഇപ്പോൾ ഈ ഓർഡറുകളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ ലഭ്യമല്ലേ? ഇന്റർനെറ്റ് ആയിരക്കണക്കിന് പിന്നെ സർക്കിളുകൾ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് വരുന്നത് നമ്മളിപ്പോ ഏതാ നിർത്തുന്നത്? ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസറോട് ഇന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം ഇന്ന കാര്യങ്ങൾ നടത്തി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്.
ഇപ്പൊ പേപ്പർ കാണുന്നതല്ലേ നമുക്കറിയത്തില്ല പല വിവരങ്ങളും. ഗവൺമെന്റ് ഓർഡറിന്റെ കോപ്പികൾ ഗസറ്റിൽ നിന്ന് നമുക്ക് ആ സമയത്ത് കിട്ടുള്ളൂ. 100 കണക്കിന് ഓർഡർ ഇറങ്ങുന്നത്. ഇവരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ സമയത്ത് കൃത്യമായിട്ട് ചെയ്തില്ല. പിന്നെ ആ 5 ദിവസമാക്കി അതിനെ മുഴുവനാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പലപ്പോഴും പല ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നതുകൊണ്ടാണ് പൊതുജനം സ്വാഭാവികമായും അടച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ നേരെ ഇത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ശ്രീ ഹസനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ഹസൻ, താങ്കൾ പറഞ്ഞോളൂ. നമ്മുടെ ഈ ശനി ഞായർ അവധി കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അവരും അവരുടെ കാര്യങ്ങളിൽ അവരുടെ കുടുംബമായിട്ടൊക്കെ ചെലവഴിക്കേണ്ട ഒരുപാട് സമയങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ ഓരോ ഉത്തരവ് നടപ്പാക്കുമ്പോഴും ആ നടപ്പാക്കുന്ന ഉത്തരവ് നീതിപൂർവമായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇപ്പോ ഈ അടുത്ത് നടപ്പിലാക്കിയ സർക്കാർ സംവിധാനമായിരുന്നു കെ സ്മാർട്ട്. ആ കെ സ്മാർട്ടിന്റെ പുറകിൽ അത് നടപ്പിലാക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാതെ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയില്ലാതെ ഇത് ഒരു ദ്രുതഗതിയിൽ അത് നടപ്പാക്കിയതിന്റെ പോരായ്മ വലിയ രീതിയിൽ എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. ഒരു പേപ്പർ റെഡിയാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇപ്പോ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഒരുവിധ സ്ഥലങ്ങളിൽ നിന്ന് പഞ്ചായത്തുകളിലൊക്കെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം എടുത്ത് മാറ്റിയതോടുകൂടി അക്ഷയ വഴിയാണ് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷേ അക്ഷയ വഴി നടപ്പിലാക്കുന്ന ആ സംവിധാനത്തെ കുറിച്ച് അക്ഷയയിലുള്ള ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പൊ സർക്കാർ സംവിധാനത്തിൽ അവിടെ ചെന്ന് പഞ്ചായത്തിലായാലും നമ്മുടെ ഒരു സർക്കാർ ഓഫീസിലായാലും അത് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കില്ല. അത് സർക്കാരിന്റെ ഒരു വലിയ പോരായ്മയാണ്. അത് നികത്തി മുന്നോട്ട് പോകണം. അവർക്കും 2 ദിവസം ലീവ് കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അവരും കുടുംബമായിട്ട് ഒക്കെ പുറത്തു പോയി. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസം, അത് സർക്കാർ എല്ലാ യൂണിയനുകളും രാഷ്ട്രീയ ഭേദമന്യേ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ചെറിയ അവധി ദിവസം കുറയ്ക്കണോ അതോ സമയം കൂട്ടണോ എന്നൊക്കെ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ സംവിധാനം ഇങ്ങനെ മാറ്റുന്നത് നാടിന് എങ്ങനെയാണ്? ഗുണമാകുമോ ദോഷമാകുമോ? നമസ്കാരം. കുറച്ച് ദിവസം മാത്രം പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആരാ സന്തോഷിക്കാത്തത്? അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം സന്തോഷിക്കുക, അതിന് തർക്കമൊന്നുമില്ല. ഇതുവഴി സംഭവിക്കുന്നത് ഏതാണ്ട് 52 ദിവസം സേവ് ചെയ്യും. ഒരു വർഷം 52 ആഴ്ചയുള്ള ആഴ്ചയിൽ 1 വെച്ച് പറഞ്ഞാല് 52 ദിവസമാണ് സേവ് ചെയ്യുന്നവര്. അത്രയും ഗുണം ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥര് ജനത്തിന് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ ഒരു അനുഭവം പറയാം, അതും കൂടെ പറഞ്ഞു നിർത്താം, സമയമില്ലല്ലോ. ഞാൻ ബോംബെയില് 95 ജോലി ചെയ്യുന്ന സമയത്ത് ചെമ്പൂര് വെച്ച് ഞാനവര് എന്റെ കൂടെ തന്നെയുള്ള സഹപ്രവർത്തനം നടക്കാൻ ഞങ്ങളിങ്ങനെ ചെമ്പൂര് ആവശ്യത്തിന് പോയതാ. അപ്പോ ആള് എന്റെ കൂടെയുള്ള ഒരു പഞ്ചാബിയാ. അയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് റേഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് റേഷൻ കാർഡില്ല. എന്നാ വാന്ന് പറഞ്ഞ് അയാൾ അപ്പം തന്നെ എന്റെ കൈ പിടിച്ച് അടുത്തൊരു മാടക്കടയിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പർ വാങ്ങി. അവിടെ തന്നെയായിരുന്നു അവിടുത്തെ താലൂക്ക് ഓഫീസ് ഈ ബോംബെയില്, ഈ ചെമ്പൂർ ഏരിയയില്. അപ്പൊ അവിടെ കൊണ്ടൊരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി കൊടുത്തു ഇംഗ്ലീഷില്. അപ്പൊ അവർ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കാൻ ആള് വരുമെന്ന് പറഞ്ഞു. 3-ാം ദിവസം അത് അന്വേഷിക്കാൻ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആള് വന്നു താലൂക്ക് ഓഫീസിൽ നിന്ന്. അപ്പൊ ഞാൻ ഓഫീസിലുണ്ടാവില്ല, ഞാൻ വീട്ടിലെ ഓഫീസിലായിരുന്നു. എനിക്ക് ഫോൺ ചെയ്തു. അപ്പം വിവരങ്ങൾ അയാൾ ശേഖരിച്ചു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നു വീട്ടില്. അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് കാർഡ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ ചെല്ലുന്നു, റേഷൻ കാർഡ് വാങ്ങുന്നു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് അത് നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെയും സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അനുഭൂതി, അങ്ങനെ ഒരു സന്തോഷം നമ്മൾ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെന്നാൽ അയാളെ ഒരു പൗരനായിട്ട് അംഗീകരിച്ച് അയാൾക്ക് എനിക്ക് ബോംബെ റേഷൻ കാർഡ് കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എങ്ങനെയാണോ അങ്ങനെ സന്തോഷിപ്പിച്ച് വിടാൻ കഴിയുന്നത് എത്ര സർക്കാർ ഓഫീസുകൾ നമുക്ക് പഞ്ചായത്ത് ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും താലൂക്ക് ഓഫീസായാലും കളക്ടറേറ്റ് ആയാലും സെക്രട്ടേറിയറ്റ് ആയാലും എവിടെ ചെന്നാലും ഇങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരു സംവിധാനമാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത്. അതിനുശേഷമാണ് അത് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് പ്രധാനം. സർക്കാർ ഓഫീസുകളിൽ നിന്ന് നല്ല രീതിയിൽ ആളുകൾക്ക് പ്രതികരണം കിട്ടിയാൽ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ എതിരായി പറയും. ശ്രീ രാജപ്പനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രാജപ്പൻ, നമ്മൾ സമയം അവസാനിക്കാൻ പോവുകയാണ്. വേഗത്തിൽ താങ്കളുടെ അഭിപ്രായം പറയാം. ഹലോ, ഞാൻ പാലപ്പുറയിൽ നിന്നും രാജപ്പൻ. ശരി, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള, ആഴ്ചയിൽ നമുക്കറിയാം ഇപ്പം 6 ദിവസം ഉണ്ടായിട്ട് പോലും, ജോലി സമയം ഉണ്ടായിട്ട് പോലും പൊതുജനങ്ങളുടെ കാര്യങ്ങൾ തീർത്തു കൊടുക്കാൻ ഒരു സർക്കാർ ഓഫീസിൽ നടക്കുന്നില്ലെന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാൻ പല കാര്യങ്ങളിലും അനുഭവസ്ഥനാണ്.
അത് തന്നെയല്ല, ഇവർക്ക് രണ്ടാം ശനിയാഴ്ച അവധിയുണ്ട്, അല്ലാത്ത പൊതു അവധികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ പോലും ഈ ആഴ്ച 5 ദിവസം കൂടെ വന്നു കഴിയുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനെ അനുകൂലിക്കുക എന്ന് പറയുന്നത് സർവീസ് സംഘടനകളുടെ കുടുംബക്കാരും ജോലിയിലിരിക്കുന്നവർ മാത്രമേ ഇതിനെ പൊതുജനങ്ങൾ ഇതിനോട് അധികം അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ ഒരു നടപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മാത്രമേ എനിക്ക് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, വളരെ ഗൗരവമുള്ള ചില അഭിപ്രായങ്ങൾ കൂടി പ്രേക്ഷകർ പ്രകടിപ്പിച്ചു. ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഉള്ളതിൽ ഒരു നിശ്ചിത ശതമാനം ആളുകൾ നന്നായി പണിയെടുക്കുന്നവരാണ്. അവർ 5 ദിവസമായാലും 6 ദിവസമായാലും അവർ അവരുടെ ജോലി തീർക്കുകയും ഉത്തരവാദിത്തം പുലർത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ നിശ്ചിത ശതമാനം ആളുകൾ അങ്ങനെയല്ല. അവരെങ്ങനെയൊക്കെ ഉഴപ്പാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവർ ഇനി 6 ദിവസമാക്കിയാലും 5 ദിവസമൊക്കെയായാലും പ്രത്യേകിച്ച് അവരിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അടിസ്ഥാനപരമായി മാറ്റം വേണ്ടത് കൃത്യമായി ഓഫീസുകൾ പണി നടക്കുന്നു എന്നതിന് പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് നടത്താനും ആ സംവിധാനം മെച്ചപ്പെടുത്തുകയാണ് വേണം എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ തന്നെ പഞ്ചിങ് ഇല്ലാത്ത പല ഓഫീസുകളിലും ഉച്ച കഴിഞ്ഞ് സാധാരണ ജനം ഒരാവശ്യത്തിന് വേണ്ടി പോകാറില്ല. കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, ആളുകളൊക്കെ പോയി കാണും എന്ന് പ്രതീതിയുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരാതികളാണ്. പൊതുവെ കൂടുതൽ ആളുകളും 6 ദിവസം 5 ദിവസമാക്കുന്നതിനെ എതിർത്താണ് സംസാരിച്ചത്. പക്ഷേ മറ്റു ചില ആളുകളൊക്കെ അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. അതല്ല, 5 ആയാലും 6 ആയാലും ഒക്കെ എങ്ങനെ ഈ സംവിധാനം മെച്ചപ്പെടുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ചർച്ച എന്തായാലും സമൂഹത്തിൽ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ വിഷയം ന്യൂസ് 18 പൊതുവേദിയും ഈ വിഷയം എടുത്തത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.